ഹലോ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കുടുംബക്ഷേത്രം, അതായത് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. 4 ദിവസമായി എല്ലാ വർഷവും നടക്കുന്ന ഉത്സവത്തിൻ്റെ 3ാമത്തെ ദിവസമാണിന്ന്. നാളത്തോടു കൂടി ഇവിടുത്തെ ഉത്സവം പരിസമാപ്തിയിലാണ്. അതിൻ്റെ ആയ ചില വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് നമ്മളെ ദേവകി അമ്മമ്മ. ഈ ക്ഷേത്രത്തിലാണ് വന്നപ്പോൾ നമ്മുടെ താവഴിയിൽപ്പെട്ട ഒരു കുടുംബാംഗമാണ് ദേവകി അമ്മമ്മ. അതായത് 77 വയസ്സായി. ഇത്ര വർഷം എല്ലാ വർഷവും മുടങ്ങാതെ ഈ ഉത്സവത്തിന് പങ്കെടുത്തുകൊണ്ട് പിന്നെ ഏകദേശം 3-4 താവഴി ഉണ്ടാവില്ലേ ഈ ക്ഷേത്രം? നമ്മളെ 5 താവഴി ഉള്ളൊരു നിലവിലുണ്ട് അല്ലെ? പണ്ടിതൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരിക്കൂലേ? കാട് പിടിച്ച തന്നെ അല്ലേ? ഇങ്ങനെ വിളിച്ചു പറയുന്നു. മുറ്റപ്പാടനോട് ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, അറിയാല, പണ്ടേ അറിയാല. അങ്ങനെ ഇത്ര വരെ കഴിച്ചു വരുന്ന എല്ലാ വള്ളി വകയും ഇവിടെ വന്നോളണം. അതായത് നമ്മളെ കുടുംബക്ഷേത്രങ്ങളിൽപ്പെട്ട, അതായത് നമ്മളെ താവഴികളിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഇപ്പം 3ാമത്തെ ദിവസമായത്. നാളത്തോട് ഒരു ഉത്സവം തീരലായി. എല്ലാ വർഷവും 4 ദിവസവും ഇവിടെ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് നമ്മളെ കുടുംബത്തിന്റെ ഒരു ഇത്. കാരണം ഇവിടെ നിന്നാണ് എല്ലാ താവഴികളും ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിനോട് ചേർന്നിട്ട് കഴകപ്പൊരി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കഴകപ്പൊരി ഉണ്ട്. നമ്മുടെ കാരണവർ, അതായത് പഴയ ആൾക്കാർ ജീവിച്ചൊരു സ്ഥലം, അതുവഴി താവഴിയായി എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഭാഗത്തായി
കാലം മാറി. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മളെ ഈ ക്ഷേത്രത്തിൽപ്പെട്ട ആൾക്കാർ ഓൾറെഡി ഉണ്ട്. അതായത് കുടുംബം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രമാണ്. അത് എല്ലാ ഒരു ജാതി എന്നല്ല, എല്ലാ ജാതികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും അങ്ങനെയുള്ള ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പങ്ങളുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിനൊക്കെ വലിയ തകർച്ച സംഭവിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോവുകയും ആചാരങ്ങൾ ഏർപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും ഒറ്റപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തന്നെയല്ലേ? അതെ, അതേ ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് ഉണ്ടായത്. അത് ഒരു മാസം എപ്പോഴും ഒരു മാസത്തിലുണ്ടല്ലോ 10 സംക്രമമുണ്ട്. 10 സംക്രമം ഒരു കൊല്ലത്തില് ആദ്യ തുലാമാസത്തെ തുലാമാസം മലയാള മാസം തുലാമാസത്തെ ആദ്യം എന്താന്ന് വെച്ചാൽ കാർത്തികക്ക് എല്ലാരോടും പറഞ്ഞ ഇവര് വിളിക്കും. ഫോണില് വിളിച്ചിട്ട് എല്ലാരും അരി കൊണ്ടുവരണം. അരി കൊണ്ടുവന്ന് ഇവിടുന്ന് വെച്ചിട്ട് നിവേദ്യം അത് അളവിട്ട് കൊണ്ടുപോവാം. അളപ്പൊരി ഇട്ടിട്ട് എന്നിട്ട് അത് നിർമ്മാല എല്ലാവർക്കും തരും. പിന്നത്തെ സംക്രമം ഞാൻ കഴിക്കണം. എൻ്റെ അച്ഛൻ കഴിക്കുന്നതാണ്. അതിപ്പോ അച്ഛൻ മരിച്ചു ചേട്ടൻ ഞാൻ എൻ്റെ ഞാനിവിടെ അടുത്താണ്. ഞാനാ ഇപ്പൊ കഴിച്ചു വരുന്നത്. ഇത്ര വരെ കഴിച്ചു വരുന്നത്. അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ പ്രായമുള്ള ആൾക്കാർ പകർന്നു നൽകിയ ആചാരങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാരും ഓരോരോ മാസം കഴിക്കും സംക്രമം. ഓരോരോ മാസത്തിൽ എല്ലാരും ഓരോ മാസം. അതായത് നമ്മളെ ഒരു കൂട്ടായ്മയാണ് ക്ഷേത്രം, കുടുംബക്കാർ. അന്നേരം എല്ലാരും ആളെല്ലാം വന്നിട്ട് കുറച്ചരി വെച്ച് തരക്കരി വെച്ച് അത് നിവേദ്യം കഴിഞ്ഞ് അത് നിവേദിക്കും. പിന്നെ അത് മാര്യത്തിന് 4 പുറത്ത് ആള് വരും. അവർക്കെല്ലാം കൊടുത്തൈരോധി നമ്മളും കൊണ്ടുപോകും. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ഈ ക്ഷേത്ര സങ്കല്പങ്ങൾ വർഷങ്ങളായിട്ട് നമ്മളെ അതായത് പ്രാചീന കാലം തൊട്ടേയുള്ള സങ്കല്പം അതിന്നും നമ്മൾ ഈ രീതിയിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു ക്ഷതം ഏൽക്കാത്ത രീതിയിൽ പുതിയ ജനറേഷനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് വരുന്ന ഒരു കാലത്തേക്കാണ് പോകുന്നത്. കാരണം ഇതൊരിക്കലും നശിക്കാൻ പാടില്ല. അതായത് ഇതിന് നാശം സംഭവിച്ചാൽ, അതായത് പ്രകൃതി, അതായത് ഈ കാണുന്ന മുഴുവൻ കാടായിരുന്നു. ഞാൻ നേരത്തെ കുളം കാണിച്ചു. അങ്ങനെ എല്ലാ അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇത് സംരക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി തന്നെ സംരക്ഷിക്കപ്പെടും, നമ്മുടെ കുടുംബം തന്നെ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു അതെ അതാണ്. അമ്മമ്മ പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും പറയാൻ എല്ലാ കുടുംബങ്ങൾക്കും ഒരിടം, ആ ഒരിടമാണ് നമ്മുടെ കുടുംബക്ഷേത്രം. നമുക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കുലദൈവങ്ങളോട് പറയുമ്പോഴുള്ള ആ മാനസികമായ സന്തോഷമാണ് യഥാർത്ഥ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന, ഈ കാലത്ത് പിടിച്ചു നിർത്തുന്ന ഏക ഒരു പോംവഴി എന്നാണ് അമ്മമ്മ പറയുന്നത്. ആ പഴയ ആൾക്കാരുടെ ആ ഒരു കാഴ്ചപ്പാടും അവരും വളർന്നു വന്ന ആ ഒരു ഇതുമാണ് ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ വിഷയങ്ങൾ നാളത്തെ ആചാരത്തോടുകൂടി നിങ്ങൾ കാണിക്കുന്നതാണ്. പ്രകൃതിയും അനുഷ്ഠാനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ക്ഷേത്രകുളങ്ങൾ നിർവഹിച്ചു പോകുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കുളങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള കാടുകളും നിലവിൽ കണ്ടുപോരാറുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ കുറേ എണ്ണത്തിന് അത് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എല്ലാ ആൾക്കാർക്കും കുടുംബ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും അതിൻ്റെതായ കുലദൈവത മഹിമയും, അതായത് അച്ഛൻ്റെ ക്ഷേത്രമായിക്കോട്ടെ അമ്മയുടെ ക്ഷേത്രമായിക്കോട്ടെ, നിലവിൽ എല്ലാവർക്കും അതുണ്ട്. പക്ഷേ ആർക്കും ഈ ഒരു സങ്കല്പത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും
പറയാൻ കഴിയില്ല. ഈ ക്ഷേത്രക്കുളത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ കാടുകളാണ് ശരിക്കും ഈ പ്രകൃതിയൊക്കെ താങ്ങി നിർത്തിയിരുന്നത്. പക്ഷെ ഇതിലൊക്കെ കുറേ നാശം സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കുന്നൂൽ കാവാണിത്. ഇവിടെ നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. 4 ദിവസമായി ഇവിടെ ആ ഉത്സവം തുടങ്ങിയിട്ട് നാളത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവം പരിസമാപ്തിയിലാണ്. ഈ കാണുന്ന പരിസരം ഇതൊക്കെ ഈ പ്രകൃതിയെ സംരക്ഷിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ധാർമ്മികമായ ഇത് നമ്മുടെ മുൻ തലമുറകൾ ഉണ്ടാക്കി വെച്ച ഒരു വലിയ സൗഭാഗ്യം തന്നെ പറയാം. കാരണം വെച്ചാൽ ഈ ജലാശയം വരൾച്ചയെ പിടിച്ചു നിർത്തുന്നതിന് മുഖ്യമായി എത്ര രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും കുടുംബക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അതാർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. അച്ഛൻ്റേതായാലും അമ്മയുടേതായാലും കുടുംബക്ഷേത്ര പശ്ചാത്തലം വളരെ എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ്. ക്ഷേത്രത്തിനോട് ചുറ്റപ്പെട്ട ഈ കാടുകൾ, ഇത്ര നല്ല കാടുകളുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ കാണുന്ന കാടുകളാണ് നമ്മുടെ പ്രകൃതിയെ ഈ രീതിയിൽ സംരക്ഷിച്ച് നിർത്തിപ്പോകുന്നത്. ഇതിലെ പക്ഷികളും മറ്റ് ജീവജാലങ്ങളുമൊക്കെ ഇങ്ങനെ ഊർന്നിട്ടുള്ള ഈ മുളം കാടുകൾ, എല്ലാ കാവുകളുടെയും പ്രകൃതിയെ സംരക്ഷിച്ചു പോകാനുള്ള ധർമ്മം വലിയ ഒരു ഇതാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഈ കാണുന്നത് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാടാണ്. കുളവും ക്ഷേത്രക്കുളവും കാടും അതിലെ പക്ഷി ജീവജാലങ്ങളും ഒക്കെയുള്ള ഒരു ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത, അതായത് കുടുംബവും ക്ഷേത്രവും ആചാരങ്ങളും നിലവിൽ വഴികൾ ഇതൊക്കെയുള്ള അതായത് പ്രകൃതിയിലലിഞ്ഞൊരു ജീവിതമാണ് പുരാണത്തിൽ, അതായത് പഴമക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. കാലക്രമേണ അതൊക്കെ നാശങ്ങൾ സംഭവിച്ചു. നിരവധി ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാട് സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇതിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന വലിയൊരു ധർമ്മം സനാതന വിശ്വാസത്തിലുണ്ടായിരുന്നു. ഇതാണ് നാഗപൂജ കഴിഞ്ഞതിൻ്റെ ഇത് നാഗകന്യകയാണ്. കാടും
തമ്പുരാട്ടിയും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടൂർ സംഘടനയാണ്. ഞങ്ങൾ തന്നെ അത് പരിപാലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മളെ കുടുംബാംഗങ്ങളാണ്. ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാവുകൾ എത്രമാത്രം ഇതുകൊണ്ടാണ് സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിരവധി കാവുകൾ ഇന്ന് കാവുകളും അതിനോടടുപ്പിച്ച കാടുകളും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഒരു കാവുണ്ടാവും. അതിനോടനുബന്ധിച്ച് ക്ഷേത്രക്കുളങ്ങളുണ്ടാവും, കാടുകളുണ്ടാവും. അത് പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നുള്ളതാണ് നമ്മുടെ ഈ സനാതന സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ആ ഒരു കാഴ്ചപ്പാട് എന്ന് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മുടെ ഈ കാവുകളും മറ്റ് പാരമ്പര്യമായ ഉള്ള പല ഘടകങ്ങളും എങ്ങനെയാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.